വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട തട്ടിപ്പിൽ മുഖ്യപ്രതി നജീബിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഈ മാസം 18 വരെയാണ് നജീബിന്റെ പോലീസ് കസ്റ്റഡി. ചില സ്ഥാപനങ്ങളിൽ നിന്ന് നജീബിന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നും അവിടെ എത്തി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നജീബിന്റെ ഭാര്യ റഷീദയും പോലീസ് കസ്റ്റഡിയിലാണ്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. വിപിൻ, നമ്മൾ ഇന്നലെ കണ്ടതാണ് ഒരു ഇടനിലക്കാരന്റെ ശബ്ദരേഖ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ അവയവ കച്ചവടം, എന്തൊക്കെയാണ് അവർ നേടുന്ന ലാഭം എന്നൊക്കെ. അപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുന്നതോറും ഈ വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട തട്ടിപ്പിൽ പുറത്തു വരുന്നത്. അപ്പോൾ ഇനിയും ചോദ്യം ചെയ്യൽ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? അതേ ശ്രീനിധി, ഒരു വലിയ തട്ടിപ്പാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ മാഫിയ ഉണ്ടെന്ന് നിസ്സംശയം പറയുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നജീബിനെയും ഭാര്യയെയും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ മാസം 18-ാം തീയതി വരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ MLA-മാരുടെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പേരിൽ വ്യാജരേഖ ചമച്ച് അവയവദാനത്തിന്റെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 25ഓളം ആളുകളെ ഇത്തരത്തിൽ പറ്റിക്കുകയും ഇരയാക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതും പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തലാണ്. ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് കൂടിയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ ഇനി തെളിയേണ്ടത്. ഇടനിലക്കാരായി, അതായത് ഈ വ്യാജരേഖ ചമയ്ക്കുന്നതിന് വേണ്ടി കൂടെ നിന്ന 5 പേരെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ, അല്ലെങ്കിൽ ഇത് കേരളത്തിന് പുറത്തേക്ക് ഇതിന് എത്രത്തോളം ഒരു വ്യാപ്തിയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി ഇത് അറിയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നജീബിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നത്. 18 വരെ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും. ചില സ്ഥാപനങ്ങളിൽ നിന്ന് നജീബിന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നും അവിടെ എത്തി തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാര്യ റഷീദ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുമിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യലും ഈ 18-ാം തീയതിക്കുള്ളിൽ നടക്കുമെന്നുള്ളതാണ്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളിൽ വ്യാജരേഖ ചമയ്ക്കുന്നതുമായി കേസിലാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് നജീബ്. ഇതൊരു വലിയ റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട്. ചില ആശുപത്രി ശൃംഖല അടക്കം സംശയ മുനയിലുണ്ട്. മറുവശത്ത് ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളെ വലിയ ചൂഷണത്തിനിരയാക്കുന്ന അവയവക്കൊള്ളയെ പറ്റിയുള്ള പരമ്പര തന്നെ 24 പുറത്തുവിടുന്നുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ 24 തുടരുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.